ലീഗൽ പ്രിസത്തിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജൂൺ 16 മുതൽ കേരളത്തിൽ സെൻസസ് ആരംഭിക്കുകയാണ്. ഉദ്യോഗസ്ഥർ നമ്മുടെ വീട്ടിൽ വരും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത് എന്നാണ് ഇന്ന് ലീഗൽ പ്രിസം അന്വേഷിക്കുന്നത്. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡ് ഈസി. കഴിഞ്ഞ SIR പോലെ തന്നെ കൃത്യമായി ആരംഭിച്ച് സമയബന്ധിതമായി അവസാനിക്കുന്ന ഒരു പ്രക്രിയയാണ് സെൻസസ്. SIRൽ ഓരോ പൗരന്റെയും ഡൊമിസൈൽ കണ്ടെത്തുകയും പിതാവിന്റെയും പിതാമഹന്മാരുടെയും പ്രോജനി അടിസ്ഥാനമാക്കി പൗരത്വം പരിശോധിച്ച് വോട്ടവകാശം നൽകുകയാണ് അവിടെ ചെയ്തത്. ശരിക്കും വോട്ടർ കാർഡ് പൗരത്വരേഖ അല്ല എന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ പൗരത്വം അടിസ്ഥാനമാക്കിയുള്ള ഒരു രേഖയാണ് വോട്ടേഴ്സ് ID. അത് നമ്മുടെ ഡൊമിസൈൽ സ്റ്റാറ്റസ് കൂടി തീർച്ചപ്പെടുത്തുന്നു. സെൻസസിൽ നടക്കുന്നത് കണക്കെടുപ്പാണ്. കണക്കെടുപ്പെന്ന് പറയുമ്പോൾ വ്യക്തിയുടെ വിവരവും ആ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പ്രോപ്പർട്ടികളുടെ വിവരവും നൽകണം. ഇപ്രാവശ്യത്തെ സെൻസസിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അത് ഡിജിറ്റലായാണ് തയ്യാറാക്കുന്നത്. ഇതിന് 2 ഘട്ടങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തെ ഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പാണ് നടക്കുന്നത്. 2ാം ഘട്ടത്തിലാണ് ആളുകളുടെ കണക്കെടുപ്പ്. ആദ്യത്തെ ഘട്ടത്തിൽ സെൽഫ് എന്യൂമറേഷൻ വഴിയാണ് വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഇതിനായി SCcensus.gov.in എന്ന വെബ്സൈറ്റ് സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ നമ്മൾ കയറാൻ നോക്കിയാൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. കേരളത്തിൽ ജൂൺ 16 മുതൽ 30 വരെയാണ് ഈ പോർട്ടലിൽ പ്രവേശനമുള്ളത് എന്ന്. ആ ദിവസങ്ങളിൽ മാത്രമേ താങ്കൾക്ക് പോർട്ടലിൽ പ്രവേശനം അനുവദിക്കൂ എന്ന്. ജൂൺ 16 മുതൽ പ്രവേശനം അനുവദിക്കും. ജൂൺ 16 മുതൽ 30 വരെ. ഈ ദിവസങ്ങൾ വളരെ ക്രൂഷ്യലായിരിക്കും. നമ്മൾ SIR ചെയ്തപ്പോൾ പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും നേരിട്ട ഒരു വലിയ വെല്ലുവിളി ആ പോർട്ടലിൽ ട്രാഫിക് വർദ്ധിക്കുന്നതിനനുസരിച്ച് പോർട്ടൽ സ്ലോ ആകും എന്നതാണ്. ഇവിടെയും പോർട്ടൽ സ്ലോ ആകാൻ സാധ്യതയുണ്ട്. ആകെ 15 ദിവസങ്ങൾ എന്നുവെച്ചാൽ 3,62,00,000 വരുന്ന ജനങ്ങൾക്ക് അവരുടെ വിവരം രേഖപ്പെടുത്താൻ വെറും 360 മണിക്കൂറുകൾ മാത്രമാകും ലഭിക്കുക. ഇവിടെ ജൂൺ 16 തന്നെ പോർട്ടലിൽ കയറാൻ നമ്മൾ തയ്യാറായിരിക്കുക എന്നതാണ് പ്രധാനം. പോർട്ടലിൽ കയറിയാൽ നിങ്ങൾ ഏത് സംസ്ഥാനക്കാരനാണ് എന്ന് ചോദിക്കും. അവിടെ കേരളം എന്ന് നൽകുമ്പോൾ ക്യാപ്ച കോഡ് നൽകാൻ പറയും. പിന്നീട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യേണ്ടത്. കുടുംബത്തിലെ കുടുംബനാഥന്റെ മൊബൈൽ നമ്പറാണ് വേണ്ടത്. കുടുംബനാഥയുടെ നമ്പരും ആകാം. ആ മൊബൈൽ നമ്പർ അവിടെ രജിസ്റ്റർ ആകും. ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരാൾക്ക് മാത്രമേ ലോഗിൻ ചെയ്ത് സെൽഫ് എന്യൂമറേഷൻ നൽകാനാകൂ. അയാളുടെ കുടുംബത്തിലെ വിവരങ്ങൾ നൽകാനാകും. മറ്റാർക്കും പിന്നീട് ആ നമ്പറിൽ രജിസ്ട്രേഷൻ അനുവദിക്കില്ല. രജിസ്ട്രേഷന് ശേഷം വിവരങ്ങൾ നൽകി വെരിഫിക്കേഷൻ ചെയ്ത് പൂർത്തിയാക്കാം. പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് ഒരു H എന്ന് തുടങ്ങുന്ന 11 അക്ക SCID നമ്പർ ലഭിക്കും. ഈ നമ്പർ വളരെ കരുതലോടെ സൂക്ഷിച്ചു വെക്കണം. ഇത് സെൻസസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ കൈമാറണം. ഉദ്യോഗസ്ഥർ അവരുടെ കൈവശമുള്ള മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ നൽകിയ വിവരങ്ങൾ പരിശോധിക്കുകയും മറ്റു വിവരങ്ങൾ കൂടി രേഖപ്പെടുത്തി പൂർണ്ണമാക്കുകയും ചെയ്യും. ജൂലൈ 1 മുതലാണ് നമ്മുടെ വീടുകളിൽ ഉദ്യോഗസ്ഥർ വരിക. ഇനി പോർട്ടലിൽ വിവരം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പൊതുവായ കാര്യങ്ങൾ വിശദമായി പറയാം. 1948 സെൻസസ് ആക്ട് പ്രകാരമാണ് വിവരം നൽകേണ്ടത്. എല്ലാ പൗരന്മാരും സെൻസസ് വിവരം നൽകാൻ ബാധ്യസ്ഥനാണ്. വിവരം നൽകാതിരിക്കുന്നതും തെറ്റായ വിവരം നൽകുന്നതും കുറ്റമാണ്. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റം. അതുപോലെ സെൻസസ് ഉദ്യോഗസ്ഥനെ തടയുകയോ ജോലിക്ക് തടസ്സം നിൽക്കുകയോ ചെയ്യുന്നതെല്ലാം ക്രിമിനൽ കുറ്റമാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സെൻസസ് പോർട്ടലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കാണാം. ഇത് വെൽക്കം പേജാണ്. പ്രധാന പേജിൽ നൽകേണ്ട വിവരങ്ങൾ ഇനി പറയാം. 7 സ്റ്റെപ്പുകളായാണ് വിവരം നൽകേണ്ടത്. സ്റ്റെപ്പ് 1 രജിസ്ട്രേഷൻ. ഇവിടെ കുടുംബനാഥൻ്റെ പേര് നൽകാം, അല്ലെങ്കിൽ കുടുംബനാഥയുടെ പേരും നൽകാം. ഇനി മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ നൽകാം. ഇമെയിൽ ID ഉണ്ടെങ്കിൽ നൽകാം. ഇമെയിൽ ID നൽകണമെന്നത് നിർബന്ധമല്ല. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഒരു OTP വരും. ഈ OTP നൽകി വെരിഫൈ ചെയ്യുക. ഇനി നമ്മുടെ ഭാഷ തിരഞ്ഞെടുക്കാം, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്. സ്റ്റെപ്പ് 2 അഡ്രസ്സ്. ഇവിടെ നൽകേണ്ടത് അഡ്രസ്സാണ്. നമ്മുടെ ഡൊമിസൈൽ അഡ്രസ്സാണ് നൽകേണ്ടത്. എന്നുവെച്ചാൽ സ്ഥിരവിലാസം. നമ്മൾ ജോലിക്കോ മറ്റോ നിൽക്കുന്ന സ്ഥലം സ്ഥിരവാസ സ്ഥലമാകണമെന്നില്ല. നമ്മുടെ ആധാർ കാർഡിലും ഇലക്ഷൻ IDയിലുമൊക്കെ നൽകിയിരിക്കുന്ന പെർമനൻ്റ് അഡ്രസ്സാണ് നൽകേണ്ടത്. ജില്ല, പിൻകോഡ്, പ്രദേശം എന്നിങ്ങനെ പൂർണ്ണമായി വിവരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വീടിരിക്കുന്ന പ്രദേശം കാണാൻ കഴിയും. അവിടെ മാപ്പിൽ ഒരു മാർക്കർ തെളിഞ്ഞു വരും.
ഇവിടെ വീടിൻ്റെ ലൊക്കേഷൻ കൃത്യമായി മാർക്ക് ചെയ്യേണ്ടതാണ്. അത് സ്ഥിരീകരിക്കാൻ ആവശ്യപ്പെടും. ഇപ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാം. അടുത്തത് സ്റ്റെപ്പ് 3, ഹൗസ് ഡീറ്റെയിൽസ്. ഇപ്പോഴാണ് നമുക്ക് HLO ചോദ്യാവലി ലഭ്യമാകുന്നത്. ഇതിൽ വിവരങ്ങൾ നൽകണം. മലയാളമാണ് നമ്മൾ തിരഞ്ഞെടുത്തതെങ്കിൽ മലയാളം ഫോറമായിരിക്കും ലഭിക്കുക. ഇവിടെ ഒരു ഫോണറ്റിക് കീബോർഡും ലഭ്യമായിരിക്കുന്നതാണ്. ഇനി വീടിൻ്റെ നിർമ്മാണ രീതികളാണ് നൽകേണ്ടത്. തറ, ചുമരുകൾ, മേൽക്കൂര എങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണ്, വീടിൻ്റെ നിലവിലെ അവസ്ഥ ഇവ രേഖപ്പെടുത്തി സേവ് ചെയ്യണം. സ്റ്റെപ്പ് 4, ഹൗസ് ഹോൾഡ് ഡീറ്റെയിൽസ്. ഇത് കുടുംബത്തിൻ്റെ വിവരണമാണ്. ആകെ അംഗങ്ങളുടെ എണ്ണം, പുരുഷന്മാരെത്ര, സ്ത്രീകളെത്ര. ഇവിടെ വീട് സ്വന്തമാണോ അതോ വാടകയ്ക്ക് എടുത്തതാണോ എന്ന് വ്യക്തമാക്കണം. സ്റ്റെപ്പ് 5, ബേസിക് ഫെസിലിറ്റികൾ. വീടിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. കുടിവെള്ളം എവിടെ നിന്ന് ലഭിക്കുന്നു, വൈദ്യുതി ഉണ്ടോ, ശുചിമുറികളുടെ സൗകര്യങ്ങൾ ഇവ എഴുതണം. ഇനി പാചക ഇന്ധനത്തിൻ്റെ രീതിയാണ്. വിറകാണോ ഗ്യാസാണോ ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. അടുത്തത് സ്റ്റെപ്പ് 6, അസറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. നമ്മുടെ വീട്ടിലുള്ള മറ്റ് അസറ്റുകളെക്കുറിച്ച് വിവരം നൽകണം. ടെലിവിഷൻ, റേഡിയോ, ഇൻ്റർനെറ്റ്, സ്മാർട്ട് ഫോൺ, മോട്ടോർ ബൈക്ക്, കാറ്, മറ്റ് വാഹനങ്ങൾ എന്നിങ്ങനെയുള്ള മൂവബിൾ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള വിവരമാണ് ഇവിടെ നൽകേണ്ടത്. ലൈഫ് സ്റ്റൈൽ എന്നതിൽ നമ്മൾ ഭക്ഷണത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങളുടെ വിവരമാണ് ഫിൽ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 7 ഫൈനൽ സ്റ്റെപ്പാണ്. ഇപ്പോൾ നമ്മുടെ ഫോം മുഴുവൻ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി സേവ് ചെയ്യണം. അതിനു മുൻപായി ഇതുപോലൊരു പ്രിവ്യൂ പേജ് ലഭ്യമാകും. ഇത് പരിശോധിച്ച് നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താം. ശരിയാണെങ്കിൽ ഡ്രാഫ്റ്റ് സേവ് ചെയ്യാം. ഇനി സബ്മിഷനാണ് അവശേഷിക്കുന്നത്. അതിനായി ഫൈനൽ സബ്മിറ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാകുന്നത്. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ മെസ്സേജ് കിട്ടും. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലും ഒരു മെസ്സേജ് വരും. സെൻസസിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഇത്രയും വിവരങ്ങളാണ് നൽകുന്നത്. രണ്ടാം ഘട്ട കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് വരിക. ജൂലൈ 1 മുതലാണ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്നത്. ഒന്നാം ഘട്ടത്തിൽ 33 ചോദ്യങ്ങളുടെ ഉത്തരമാണ് നൽകേണ്ടത്. ഉത്തരങ്ങളുടെ ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഹൗസ് ലിസ്റ്റിംഗ് എന്നാണ് ഈ ഒന്നാം ഘട്ടത്തിൻ്റെ പേര്. ഇവിടെ നമ്മുടെ വാസഗൃഹത്തിൻ്റെ വിവരമാണ് ശേഖരിക്കുന്നത്. വാസഗൃഹത്തിൻ്റെ ഫെസിലിറ്റികളും വിലയിരുത്തും. ജൂലൈ 1 മുതൽ 6 മാസം കൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഈ നടപടികൾ പൂർത്തിയാക്കുക. അത് കഴിഞ്ഞാകും രണ്ടാം ഘട്ടം. അപ്പോഴാണ് ജനസംഖ്യ കണക്കെടുപ്പ്. ജനങ്ങളുടെ കണക്ക്, അവരുടെ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ സ്ഥിതിവിവരങ്ങൾ, ജാതി സംവരണ സ്ഥിതിയും ശേഖരിക്കും. എല്ലാ 10 വർഷം കൂടുമ്പോഴും കനേശുമാരി എന്ന സെൻസസ് നടത്താറുണ്ടെങ്കിലും ഈ പ്രാവശ്യം 15 വർഷം കഴിഞ്ഞാണ് സെൻസസ് വരുന്നത്. ഓരോ 10 വർഷത്തിലും രാഷ്ട്രം ആർജിച്ച സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ സ്ഥിതി വിലയിരുത്താനാണ് സെൻസസ് നടത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാകും ഭാവി വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ഇപ്രാവശ്യം ജാതി സെൻസസ് എടുക്കുന്നുണ്ട്. ജാതി സംവരണം നൽകുന്നതിന് തീരുമാനം എടുക്കുന്നതിനായാണ് ജാതി സെൻസസ് എടുക്കുന്നത്. കഴിഞ്ഞ ജാതി സെൻസസ് 1930-ലായിരുന്നു. അതുപ്രകാരമുള്ള പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരമാണ് ഇപ്പോൾ ജാതി സംവരണം നൽകി വരുന്നത്. ജാതി സംവരണം 1960 കൊണ്ട് അവസാനിപ്പിക്കണമെന്നായിരുന്നു ഭരണഘടനയിൽ പറഞ്ഞിരുന്നത്. അതിപ്പോൾ 78 വർഷങ്ങൾ കഴിഞ്ഞും മുന്നേറുകയാണല്ലോ. ശേഖരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായി സുരക്ഷിതമായിരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകുന്നുണ്ട്. സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ പ്രയാസം നേരിടുന്നവരെ സഹായിക്കാൻ ഉദ്യോഗസ്ഥർക്കാണ് ബാധ്യത. കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് ഈ ഡേറ്റ ഫിൽ ചെയ്യാൻ കുടുംബനാഥനെ സഹായിക്കാവുന്നതാണ്. സേവാ കേന്ദ്രങ്ങൾ വഴിയും ഈ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. വീഡിയോ കണ്ടതിന് നന്ദി. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും കൂടി ഷെയർ ചെയ്ത് സഹായിക്കുമല്ലോ. താങ്ക് യു. This is Legal Prism, Law Made Easy.